കരിമുകൾ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനം എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. യുവാക്കളെ രാത്രിയിൽ അകാരണമായി പിടിച്ചുകൊണ്ടുപോയെന്ന് ആരോപിച്ച് കുടുംബം സ്റ്റേഷന് പുറത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. അമൽ, ലോക്കപ്പ് മർദ്ദനം എന്നാണ് പരാതി. ഈ യുവാക്കളെ അകാരണമായി പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം വന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രജിൻ, കുടുംബത്തിന്റെ ആരോപണം ഇന്നലെ രാത്രി 1:30 ബർത്ത്ഡേ പാർട്ടിക്ക് പോയ അഖിൽ, അജിത്ത്, ആദിത്യൻ എന്ന 3 യുവാക്കളെ പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടുപോയി എന്നും ലോക്കപ്പിൽ കൊണ്ടുവന്ന് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇവരെ മോഷണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പൂട്ടിക്കിടന്ന ഫ്ളാറ്റിൽ നിന്ന് പലതരത്തിലുള്ള പ്ലംബിംഗ് വസ്തുക്കളും മറ്റും ഇവർ മോഷ്ടിച്ചെന്നും അതിന്റെ തൊണ്ടി വസ്തുക്കൾ തങ്ങൾ പിടിച്ചെടുത്തിട്ടുമുണ്ട് എന്നുമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവരെ കാണാനോ ഇതുവരെയും ഇവരെ ഈ വിവരങ്ങളെ കുറിച്ച് അറിയിക്കുവാനോ ഒന്നും കുടുംബത്തോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാനോ കുടുംബത്തെ കാണാൻ പലപ്പോഴും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികൾ അടക്കമുള്ളവരുമായിട്ട് ഈ കുടുംബം ഇന്ന് രാവിലെ മുതൽ കരിമുകൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. അമ്മ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് മോനെ കാണാതായത്? രാത്രി ഞാൻ ബർത്ത്ഡേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞിട്ടാ വന്നത്. അധികം വേണ സമയം ഒരുപാട് തല്ലിയോ മകൻ? ഒരുപാട് തല്ലിയോ? ചോര ഇങ്ങനെ ഇത് ഇവിടെ കുറി ഒഴുകിണ്ട്. കാളൊക്കെ അടിച്ചു പൊടിച്ചിട്ടുണ്ട്, തലയൊക്കെ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. മറ്റേ ഇളയ മകനെ കൈ ഊരിപ്പോയിട്ട് അവനെ കുറെ തല്ലിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കയറി കണ്ടതാണ്. ഈ ഇവരെ കാണാൻ അനുവദിക്കാതെ പോലീസ് നിങ്ങളെ മോശമായിട്ട് എന്തെങ്കിലും പറയുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അനാവശ്യമായിട്ട് തെറി പറഞ്ഞു. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ടുള്ള തെറി മാത്രം പറഞ്ഞു. ഈ അജിത്തിനെയും അഖിലിനെയും കാണാതായത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? രാത്രിയാണ് ഞാൻ പോയി വന്നത്. രാത്രിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കണത്. എത്ര മണിക്കാ കൊണ്ടുവരുന്നത്? 1:30. തുടക്കത്തിലെ പോലീസ് എന്താണ് പറഞ്ഞത്? ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല, എന്തോ സ്റ്റേഷനിലെ എന്തോ സംഭവം അവര് എന്തോ തള്ളി അടിക്കുക ചെയ്ത പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അത് എടുത്തോട്ടെ എന്ന് നമ്മളും പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോടതിയിലോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ കോടതി പോകാൻ വേണ്ടി വീട്ടിൽ പോയി പ്രൂഫ് എല്ലാം എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പം പിന്നെ പറയണത് ഇന്ന പോലെ അവന്മാര് എന്തോ എടുത്തെന്നാ, എവിടെ നിന്നൊക്കെ കയറി മോഷ്ടിച്ചെന്നാ, അങ്ങനെ എന്തൊക്കെ പറയുന്നത്. പോലീസ് സ്റ്റേഷനുള്ളിൽ എന്തായാലും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലുള്ള പല ബെഞ്ചോ ഡെസ്കോ അങ്ങനെ എന്തോ ഒക്കെയോ തല്ലി പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അതിന്റെ പേരിലും ഒരു കേസെടുക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കുടുംബം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. പ്രജിൻ, എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ന്യായമായ അവകാശം ആ കുടുംബത്തിനുണ്ട്. അവർ പറഞ്ഞനുസരിച്ച് തല പൊട്ടിയിട്ടുണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്, ആര് ചെയ്തു എന്നതിലൊരു വ്യക്തത നമുക്കില്ല. അവർ പറയുന്നത് പോലീസിനെതിരെയാണ് ഈ ആരോപണങ്ങളെല്ലാം എന്നതാണ്. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.